കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ നമ്മുടെ ഡൽഹിയിലെ ജന്തർ മന്ദിർ വലിയൊരു പ്രതിരോധം തീർക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ. വിജയം നൽകട്ടെ. യുവത്വം എന്ന് പറയുന്നത് തന്നെ ഒരു ആവേശത്തിന്റെ കാലമാണ്. ഷേഖ് ഹസീന എന്ന് പറയുന്ന ഒരു സഹോദരനൊക്കറിയാം, വലിയ രാജാവായി ഒരു രാജ്യത്തിന്റെ മൊത്തം പ്രതിനിധിയായി വർഷങ്ങളായി പതിറ്റാണ്ടുകളായി വലിയ ഭരണാധികാരിയായി ജീവിച്ചിരുന്നു. പക്ഷേ ആ നാട്ടില് യുവാക്കൾ രംഗത്തിറങ്ങിയപ്പോൾ ഇന്ത്യയിലേക്ക് അഭയാർത്ഥിയായി ഓടേണ്ടി വന്നു. ആ രാജ്യത്തെ പ്രസിഡന്റ്. നമ്മുടെ രാജ്യത്തും ഭരണാധികാരികൾ ജനാധിപത്യത്തിലൂടെ കടന്നു വന്ന് സ്വേച്ഛാധിപത്യത്തിന്റെ രീതിയിൽ ഭരണം നടത്തുകയും ഞങ്ങളുടെ ഇച്ഛകളും ആഗ്രഹങ്ങളും നടപ്പാക്കാൻ ഇവിടെ ആരും തടസ്സമല്ലെന്ന രീതിയിൽ ധിക്കാരപൂർവ്വം ഭരിച്ചിരുന്ന ആളുകൾക്ക് തങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ടി വന്നുവെങ്കിൽ നമ്മുടെ യുവത്വത്തിന്റെ കഴിവാണ്. യുവാക്കളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യുവത്വത്തിന് ബറക്കത്ത് ചെയ്യട്ടെ. ഒരു കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ. ചരിത്രം പറയുന്നുണ്ട്, ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഗ്യാസ് ചാമ്പറിലിട്ട് കൊലപ്പെടുത്തിയത്. അദ്ദേഹം തന്റെ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയതും യുവാക്കളെയാണ്. ജർമ്മനിയിൽ നമുക്കറിയാം, വലിയ വിശാലമായ സംഭവമാണ്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് എന്ന പാർട്ടിയെ രൂപപ്പെടുത്തുന്നത് കാറൽ മാർക്സും എംഗൽസും ഈ ഒരു പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതും ആ കാലഘട്ടത്തിലെ യുവാക്കളെ ഉപയോഗപ്പെടുത്തിയിട്ടാണ്. ഈ ചരിത്രത്തിന്റെ ഇന്നലകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ രാജ്യത്ത്, ഈ ലോകത്ത് മൊത്തം മാറ്റങ്ങളുടെ വിപ്ലവങ്ങൾ നടത്തിയതിന്റെ പിന്നിലെ ചാലകശക്തികൾ നമ്മുടെ ചെറുപ്പക്കാരാണ്. നമ്മുടെ ആയുസ് മനോഹരമായ വിശാലമായ കുട്ടിപ്രായം കഴിഞ്ഞാൽ പിന്നെ പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന നമ്മുടെ ആയുസ്സിലെ ഏറ്റവും ആവേശമുള്ള കാലഘട്ടമാണ് യുവത്വം. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഈ എന്റെ ശബ്ദം കേൾക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ സന്തോഷം പോകുന്നു. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ കാരണവന്മാർക്ക് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കേവലം ഒരു മതം എന്നതിനപ്പുറം നശ്വരമായ ഭൗതികതക്കപ്പുറം അനശ്വരമായ അനന്തമായ അവർണ്ണനീയമായ ഒരു കാലഘട്ടം നമ്മൾ ജീവിക്കേണ്ട പാരത്രിക ജീവിതത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അതിനാവശ്യമായ നിയമങ്ങളായതുകൊണ്ട് യുവാക്കളെ പ്രത്യേകം കെയർ ചെയ്യുന്നുണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ മക്ക വിജയത്തിൽ മദീന ജീവിതത്തിലൊക്കെ ഹബീബായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുവാക്കളെ കൂട്ടിപ്പിടിച്ച് വിജയിപ്പിച്ചിട്ടുണ്ട്. ആ പ്രബോധന പ്രവർത്തനം അല്ലാഹുവിന്റെ റസൂൽ വിജയിപ്പിക്കാൻ റബ്ബിനോട് ദുആ ചെയ്തൊരു ചരിത്രമുണ്ട്. മക്കയിലെ ഏറ്റവും വലിയ ധീരനും ശക്തരും പറഞ്ഞാൽ ചെയ്യാൻ മാത്രമുള്ള കഴിവും ചെയ്യുകയും ചെയ്തിരുന്ന രണ്ടാളുകളുണ്ടായിരുന്നു. ചരിത്രമല ഉമറൈൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അബൂ ജഹൽ എന്ന ഇസ്ലാം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, രണ്ടാളുകളും ധിക്കാരികളും ധീരന്മാരുമായിരുന്നു. ഹബീബായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയോട് അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാമ ബിൽ ഉമറൈൻ, അല്ലാഹുവേ രണ്ടാളും ഉമറിനെ കൊണ്ട് ഈ പരിശുദ്ധമായ ദീൻ ഈ ശക്തിപ്പെടുത്തണേ പടച്ചവനേ. ആ പ്രാർത്ഥനയുടെ ഫലം പ്രതിഫലിച്ചത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനാണ്. മക്കയിൽ ഏറ്റവും വലിയ ഫ്രോഡായി ജീവിച്ചിരുന്ന, ധിക്കാരിയായി ജീവിച്ചിരുന്ന മഹാനായ ആ മനുഷ്യൻ 33 വയസ്സ് പ്രായത്തിലുള്ള നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായി ഉമർ ഇബ്നുൽ ഖത്താബ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന പടച്ചവനെ ഉമറിനെ കൊണ്ട്, രണ്ടാളും ഉമറിനെ കൊണ്ട് നീ ദീനിനെ ശക്തിപ്പെടുത്തണേ എന്ന പ്രാർത്ഥനയുടെ അനന്തര ഫലം ദാറുൽ നദവയിൽ അബുൽ ഹക്കമിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ മുഹമ്മദിന്റെ തലയെടുക്കുന്നവർക്ക് 100 ഒട്ടകം സമ്മാനം തരുമെന്ന് പറഞ്ഞ് ആ സമ്മാനം വാങ്ങാൻ വേണ്ടി പുറപ്പെട്ടവനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു മറ്റൊന്നായിരുന്നു. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാൽക്കൽ വന്ന് വേണ്ടിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് എന്ന് പറയാൻ മാത്രം മാനസികമായി പരിവർത്തിതമായ ഉമർ ഇബ്നുൽ ഖത്താബ് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, തങ്ങളെ ഇസ്ലാം അവർക്ക് ഹൃദയത്തിൽ ഉറച്ച ശേഷം ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് നമ്മൾ സത്യത്തിന്റെ പേരിലല്ലേ തങ്ങളെ? അതെ. പിന്നെ എന്തിനു നമ്മൾ പേടിച്ചു നിൽക്കണം? ധൈര്യമായിട്ട് മറങ്ങാം. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ പ്രാർത്ഥനയുടെ ഫലം നോക്കി നിങ്ങൾ. യുവാവായ 33 വയസ്സുള്ള ആ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ പരിശുദ്ധ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ എന്തിനു പിന്നെ അന്തിച്ചു നിൽക്കണം? അതിനുശേഷമാണ് പരിശുദ്ധമായ കാബ ശരീഫിലേക്ക് അന്ന് വരെ ഭീരുക്കളായി, പാവങ്ങളായി, സാധുക്കളായി
രഹസ്യമായി ഇബാദത്തുകൾ ചെയ്തിരുന്ന പാവപ്പെട്ട മുസ്ലിങ്ങൾ ധൈര്യസമേതം 2 വരിയായി ഒരു പരിശുദ്ധ കഅബ ശരീഫിന്റെ പരിസരത്തേക്ക് റാലി നടത്തിയെന്ന്. അങ്ങനെയാണ് സന്തോഷം ഉണ്ടാവുമ്പോൾ റാലി നടത്തണം. തെളിവാണ് അവിടെ. ഒന്നാമത്തെ വരിയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, രണ്ടാമത്തെ വരിയിൽ സയ്യിദുന ഹംസത്തുൽ ഖർറാഹ് റളിയല്ലാഹു അൻഹു. ചരിത്രം രേഖപ്പെടുന്നു 2 ലൈനായിട്ട് അവർ പരിശുദ്ധ കഅബയിലേക്ക് മാർച്ച് നടത്തിയെന്ന്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഇസ്ലാമിന്റെ വിജയമായി. കാരണം യുവാക്കൾ ഇറങ്ങിയാൽ ഏത് കാര്യവും വിജയിപ്പിച്ചെടുക്കാൻ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് സാധ്യമാകും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, അർശിന്റെ തണൽ നൽകുന്ന 7 വിഭാഗം ആളുകൾ വർഷങ്ങളോളം 50,000 വർഷത്തെ ദൈർഘ്യമുള്ള മഹ്ശറിൽ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ജനങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹിസാബ് നടത്താൻ ഭൂമിലോകത്ത് നമ്മൾ ചില കർമ്മങ്ങളെ പടച്ചറപ്പിന് വിസ്തരിക്കാൻ 50,000 കൊല്ലത്തിനപ്പുറം ദൈർഘ്യമുള്ള ആ മഹ്ശറ ലോകത്ത് കഠിനമായ ചൂടുള്ള സമയത്തും 7 വിഭാഗം ആളുകൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർശിന്റെ തണലിൽ ഓഫർ ചെയ്തതിൽ ഒരു വിഭാഗം രണ്ടാമതായി ഹബീബായ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹി, അല്ലാഹുവിന്റെ ആരാധനയിലായി ജീവിതം നയിച്ച ചെറുപ്പക്കാരൻ യുവാവ്. വശാബുൻ എന്ന് പറഞ്ഞാൽ യുവാവാണ് എന്ന് പറഞ്ഞാൽ പണിക്കൊന്നും പോവാതെ പള്ളിയുടെ മൂലയിൽ തസ്ബീഹ് ചൊല്ലി കുത്തർക്കണമെന്നല്ലേ പറയുന്നത്. മറിച്ച് ചെയ്യുന്നതെല്ലാം കർമ്മമാകുന്ന സ്വാലിഹായ അമലാക്കുന്ന മഹാത്ഭുതമായ വിശ്വാസിക്ക് മാത്രം സാധ്യമാകുന്നതാണ്. തന്റെ വീട്ടിലെ ഭാര്യയും മക്കളെയും നോക്കാൻ, അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കാൻ, അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കാൻ വേണ്ടി പകലന്തിയോളം പണിയെടുക്കുന്നത് പോലും ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മീസാനിന്റെ വലത് ഭാഗം കനത്തൂങ്ങുന്ന സ്വാലിഹായ അമലാണ്. എല്ലാം സ്വാലിഹായ അമലാക്കി മാറ്റാൻ നിയ്യത്ത് കൊണ്ട് സാധ്യമാകുന്ന മഹാനായ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയ ജീവിതം മുഴുവൻ ഇബാദത്താക്കി മാറ്റുന്ന യുവാവിന് അർശിന്റെ തണലുണ്ടെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്തതുകൊണ്ട് ജോലിയാണെങ്കിലും എന്താണെങ്കിലും ഹലാലായ ഹറാമിലേക്ക് പോവാത്ത രീതിയിൽ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തിയാൽ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമുക്ക് അല്ലാഹു തആല തരുന്നത്, ഇവിടെ ഇരിക്കുന്ന കാരണവന്മാർ അവർ ചെറുപ്പ കാലഘട്ടം ആലോചിച്ചു. അള്ളാഹുവിന്റെ ആരാധന നിലനിൽക്കുന്ന ജീവിതമാണ് നമുക്കുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അർശിന്റെ തണലിലാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ പറയാനുള്ള ധൈര്യം, അതാണ് യുവത്വത്തിന്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ എന്തിനും ഇടപെടാനുള്ള ആവേശം യുവത്വത്തിന്റെ പ്രത്യേകതയാണ്. മറ്റൊന്ന് ഇഷ്ടപ്പെടുന്ന കാര്യത്തിലേക്ക് ആവോണം ധനം സംഭാവന ചെയ്യാനുള്ള ഒരു പ്രത്യേക നല്ല മനസ്സ്. അതുകൊണ്ടാണ് നാടുകളോട് നമ്മൾ 10,000 രൂപ ചെലവഴിക്കുന്ന ഫ്ലക്സുകളും ലക്ഷക്കണക്കിന് രൂപയുടെ കട്ടൗട്ടുകളും നമ്മുടെ അതിൽ ആവേശമാണ്. ആ ആവേശത്തെ നമ്മൾ കുറ്റപ്പെടുത്തുകയില്ല, പക്ഷേ അത്തരം ആവേശങ്ങൾ നമ്മൾ നന്മയിൽ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പോഴും ഈ കഴിഞ്ഞ കളിഭ്രാന്തിന്റെ ഫ്ലക്സുകൾ ഇപ്പോഴും നമ്മുടെ നാടുകൾ ഉയർന്നിരിക്കാൻ 10,000-ങ്ങളാണ് അതിനുവേണ്ടി. അതൊരു യുവത്വത്തിന്റെ ഒരു ആവേശമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തേക്ക് എത്രയും ധനം സംഭാവന ചെയ്യാനൊരു മാനസികാവസ്ഥ. ഇത് പറഞ്ഞത് കുറ്റപ്പെടുത്താനല്ല, അതാണ് യുവത്വത്തിന്റെ പ്രസരിപ്പാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന നമ്മുടെ ആയുസ്സിൽ ഏറ്റവും മനോഹരമായ സുദീർഘമായ ഈ യുവത്വത്തിന്റെ കാലഘട്ടം മനോഹരമായ ജീവിതമായി അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന രീതിയിൽ കെട്ടിപ്പടുക്കാൻ സാധ്യമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവർ, നമ്മുടെ മുമ്പിൽ വലിയ അവസരമാണ് വരുന്നത്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് ഹബീബായ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് ആഘോഷിക്കാൻ വിശ്വാസികളുടെ ഹൃദയാന്തരങ്ങളിൽ പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകീർത്തനങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചമഖിലം പ്രകമ്പനമുള്ളപ്പോൾ വളരെ മനോഹരമായി പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹുകൾ കൊണ്ട് ഈ പ്രപഞ്ചം ഒന്നാകുന്നു. കേരളം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ഭൂമിയിലല്ല, ഈ പ്രപഞ്ചം, ഈ ആരം മൊത്തം പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനത്തിൽ സന്തോഷിക്കാനും അത് മുഅ്മിനിന്റെ ഹൃദയാന്തരത്തിൽ, വിശ്വാസമുള്ള മുഅ്മിനിന്റെ ഹൃദയത്തിൽ ആനന്ദപുഞ്ചരമായ വലിയ അവസരങ്ങളാണ് വരാനിരിക്കുന്നത്. അല്ലാഹു സ്വീകരിക്കാനും അതിലിടപെടാനും തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെയാണ് ഞാനൊരു പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ സംഘടനയെ പ്രതിനിധീകരിച്ച് പറയില്ല. ഈ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ അവസാനമായി നമ്മോട് പറഞ്ഞ ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് ജീവിതം കൊണ്ട് നമുക്ക് റോൾ മോഡലായ മനുഷ്യനാണ്. ഒരിക്കൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇത് എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ ആ മഹാനായ മനുഷ്യൻ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ആ ജന്മദിനം വരുന്ന മാസം അവിടുത്തെ വീട്ടിലൊക്കെ കുടുംബത്തിലും
വലിയ മൗലിദിന്റെ സദസ്സുകൾ സംഘടിപ്പിച്ച മനുഷ്യനായിരുന്നു. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് ആ ജീവിതത്തിൽ അവർ ചെയ്ത സൽക്കർമ്മങ്ങളുടെ പരിശുദ്ധമായ ആസിഫുകളുടെ അല്ലാദിന്റെ പരിശുദ്ധ റസൂലിന്റെ മൗലിദിന്റെ ഒക്കെ ആ ഒരു ബറക്കത്ത് കൊണ്ട് ലോകത്ത് നിന്ന് വിട പറയുന്ന അവസാന സമയം കൂടെ നിന്നവർ പറയും 4 പ്രാവശ്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച മഹാനായ മനുഷ്യൻ. ഇത് സ്വീകാര്യതയാണ്. ഹബീബായ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. നമ്മുടെ അഭിലാഷമാണ് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുന്ന സമയം പടച്ചിറപ്പ് തന്ന നമ്മുടെ ആയുസ്സിൽ 63 ആയാലും 73 ആയാലും 81 ആയാലും 12 വയസ്സായാലും ഈ ലോകത്ത് നിന്ന് നമ്മുടെ അവസാന ശ്വാസം വലിച്ച് ഇവിടെ പറയുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് സാധ്യമാണ്. ഒരു വിശ്വാസിയുടെ അഭിലാഷമാണ്, ആഗ്രഹമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 4 പ്രാവശ്യം ആ മനുഷ്യൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ജീവിതകാലത്ത് ചെയ്തു വെച്ച കർമ്മങ്ങളുടെ പുണ്യമാണ്. അതല്ലാതെ അനിസ്ലാമികമായ ജീവിതം നയിച്ച ഒരു മനുഷ്യർക്ക് അവസാനമായി കലിമ ചൊല്ലാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കൂല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു മനുഷ്യൻ ചൊല്ലിയാൽ അല്ലാഹുവിന്റെ റസൂൽ സർട്ടിഫൈഡ് ചെയ്തത് ദഖലൽ ജന്ന എന്ന്. എതുകൊണ്ടു പോലല്ല പറഞ്ഞത്, പ്രവേശിക്കും എന്നല്ല പറഞ്ഞത്. ദഖല എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസാണ്. ദഖല അവൻ പ്രവേശിച്ചിരിക്കുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ലോകത്തുനിന്ന് വിട പറയുന്ന സമയം നമ്മുടെ ആയുസ്സിന്റെ അവസാനം നമ്മൾ നിരന്തരമായ പ്രാർത്ഥനയും അതാവണം. പടച്ചവനെ വിട പറയുന്ന സമയം നമ്മുടെ ആയുസ്സിന്റെ അവസാന ഘട്ടത്തിൽ കലിമ ചൊല്ലി മരിക്കാൻ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. മങ്കൂലും റസൂൽ എന്ന് പറയുന്ന ഈ മുസ്ലിം കൈകളിക്ക് ഒരു മദ്ഹ് ചൊല്ലാൻ, പരിശുദ്ധ പ്രവാചകന്റെ മൗലിദ് ചൊല്ലാൻ സ്വന്തം കൈപ്പടയിലൊരു കിതാബ് എഴുതിയ മൗലിദ് കിതാബ് ചെയ്ത മനുഷ്യനാണ് മുസ്ലിം. ഇതൊന്നൊരു പ്രസ്ഥാനത്തിന്റെ വകയെ പലരും വിചാരിക്കരുത്. നമ്മുടെ മുമ്പിൽ ജീവിച്ച ചില മനുഷ്യന്മാർ അങ്ങനെയാണ്. അവസാനമായി കോഴിക്കോട് കടപ്പുറത്ത് താൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയുടെ 50ാം വാർഷികം ആഘോഷിക്കുന്ന സമയം ലക്ഷക്കണക്കിന് ആളുകളെ മുൻനിർത്തിക്കൊണ്ട് ആ മനുഷ്യൻ കണ്ണുനിറയെ നോക്കിക്കണ്ട് ആംബുലൻസിലേക്ക് നടന്നുപോയ രംഗം പറയുന്നുണ്ട്. പ്രിയപ്പെട്ട മരുമകന്റെ കയ്യിൽ കൊത്തുവല്ല് കൊടുത്തിട്ട് 3 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിച്ചത് ആ മനുഷ്യനാണ്. ഈ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദ് ചൊല്ലാൻ സ്വന്തമായി കിതാബ് എഴുതി കൊടുത്ത മനുഷ്യൻ മങ്കൂറും റസൂൽ. എന്താണ് ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്? പരിശുദ്ധ റസൂലിന്റെ മദ്ഹ് ചൊല്ലുന്നത്, അവിടുത്തെ ജന്മദിനം വരുമ്പോൾ സന്തോഷിക്കുന്നത്, അതൊക്കെ ദീനാണ്. അതൊക്കെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് കാണിച്ചുകൊണ്ടാണ്. പല കാലാന്തരത്തിൽ വന്ന മാറ്റങ്ങളാണ്. ഹാരികളും ജവിതര പരിപാടികളും മദ്ഹ് പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും പാട്ടുകളും. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് നിങ്ങൾ ഇടപെട്ട ഈ നടക്കാവ് മഹലിലെ പ്രിയപ്പെട്ട ചുറുചുറുപ്പുള്ള ആവേശമുള്ള ചെറുപ്പക്കാർ, നിങ്ങളുടെ ക്ലബുകളും നിങ്ങളുടെ സംഗമങ്ങളൊക്കെ ജീവകാരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. ജീവിതത്തിൽ കുറെ എന്തൊക്കെ ചെയ്തതിനപ്പുറം ജീവിച്ചത് പടച്ചറബിന്റെ മുമ്പിൽ സാക്ഷ്യം പറയുന്ന സമയത്ത് ഇന്ന നല്ല കാര്യങ്ങൾ ഞങ്ങളുടെ റബ്ബിൽ നേതൃത്വം കൊടുത്തെന്ന് പറയാൻ സാധ്യമാവണം. എന്തെല്ലാം നമുക്ക് ചെയ്യാനുണ്ട്? ഈ നാട്ടിൽ വാടക കൊടുത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരില്ലേ? ജീവിതത്തിന്റെ 2 അറ്റം മുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ദരിദ്രന്മാരില്ലേ? ഇവരെയൊക്കെ ചേർത്ത് പിടിക്കുന്ന നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആരോഗ്യവും ആവേശവും ഈ ആർജവും ഈ പ്രസരിപ്പൊക്കെ നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ട നമ്മൾ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാം, നമ്മുടെ സംഗമങ്ങളൊക്കെ അത്തരം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യോഗം ചേരണം. നിങ്ങൾ ഈ സംവിധാനങ്ങളൊക്കെ അത്തരം കാര്യങ്ങൾ യോഗം ചേർന്ന് തീരുമാനിച്ചിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യർക്ക് ഒരു മാസം എന്തെങ്കിലും ഒരു സംഖ്യ കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വരണം. കൂട്ടത്തിൽ ഹബീബായ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ നാടുകളിൽ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് രൂപ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ അതിലൊന്നും പിശുക്ക് കാണിക്കണ്ട. മുൻകാല മഹാരഥന്മാരെ പണ്ഡിതന്മാരും നേതാക്കൾ അല്ലാമ ജസരി റഹിമഹുല്ലാഹ്, ഇമാം ജലാലുദ്ദീൻ സയൂത്തി റഹിമഹുല്ലാഹ് പോലെയുള്ള ഇമാം ഇബ്നു ഹജർ അസ്ഖലാനിയെ പോലെയുള്ള മഹാരഥന്മാർ, ലോക പ്രസിദ്ധരായ നബവി ഇമാമിന്റെ ഉസ്താദുമായ അല്ലാമ ഷാമയെ പോലെയുള്ള വലിയ മഹാന്മാർ, അവരൊക്കെ മൗലിദ് സംഘടിപ്പിച്ചവരാണ്. അവരൊക്കെ ജീവിതം കൊണ്ട് ധന്യമാക്കി മരണം കൊണ്ട് അത്ഭുതം കാണിച്ചവരാണ്. എന്റെ സംസാരം അവസാനിപ്പിക്കാം. അവസാനമായി ഞാൻ ഒരു ആയത്തിന്റെ മുമ്പിൽ വെക്കാം. പരിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനമാണ്. അള്ളാഹുവിന്റെ ഫദ്ൽ കൊണ്ടും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും നിങ്ങൾ പറയണം, സംസാരിക്കണം. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുകയും വേണം. ഈ ആയത്തിലെ ഫദ്ലും റഹ്മത്തും മഹാരഥന്മാർ വിശദീകരിച്ചിടത്ത്
സയ്യിദുൽ മുഫസ്സിർ എന്ന് പറയപ്പെടുന്ന പരിശുദ്ധ റസൂലിന്റെ സ്വഹാബി കൂടിയായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഖുൽ ബിഫദ്ലില്ലാഹി എന്ന് പറഞ്ഞ ഫദ്ൽ ഖുർആനാണ്, വബിറഹ്മതിഹി എന്ന് പറഞ്ഞ റഹ്മത്ത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണം, അത് നിങ്ങൾ പറയണമെന്ന് ഈ ആയത്തിനെ വിശദീകരിച്ച് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു. സ്വഹാബിയാണ് പറയുന്നത്. അതുകൊണ്ട് അല്ലാഹു റസൂലിന്റെ ഈ മദഹ് വരുന്ന കാലം ഏത് സമയത്തും മദഹ് പറയണം, അതിന് പ്രത്യേക സമയമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവണം. നമ്മൾ ഓർക്കൂലേ, നമ്മൾ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞാൽ ഡേറ്റ് നമ്മുടെ മനസ്സിലുണ്ടാവും. കാരണം സന്തോഷത്തിന്റെ ദിവസം, നമുക്കൊരു കുഞ്ഞു പറഞ്ഞ ആദ്യത്തെ കുട്ടി പറഞ്ഞ ദിവസം നമ്മുടെ മനസ്സിലുണ്ട്. കാരണം ജീവിതത്തിന്റെ ജീവിതത്തിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭ്യമാവുന്ന ഏറ്റവും വലിയ സന്തോഷം പരിശുദ്ധ റസൂലിന്റെ ജന്മമാണ്. അതിനേക്കാൾ വലിയ സന്തോഷം എന്താ നമുക്കുള്ളത്? അതുകൊണ്ട് സന്തോഷിക്കണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതാണ്. ആ സന്തോഷം പ്രകടിപ്പിച്ചൊന്നും ഈ ലോകത്ത് വെറുതെ പോയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി ശേഷം കഴിഞ്ഞ ദിവസം നമ്മൾ സംഗമിച്ചിരുന്നു. ഇതിന്റെ ബാക്കി ഒരു വിപുലീകരണം നടത്തുന്ന നമ്മുടെ എല്ലാ